കർണാടകയിലെ ഷിരൂരിൽ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തി. ഗംഗാവാൽ നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലിറങ്ങാൻ കഴിഞ്ഞില്ല. നദിയുടെ മധ്യഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ബൺകൂനയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു. ലോറിയുടേതിന് സമാനമാണ് സിഗ്നൽ. ഐപോഡ് പരിശോധനയിലാണ് നദിയിൽ നിന്നും പുതിയ സിഗ്നൽ കിട്ടിയത്. അർജുനെ കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. സാധ്യമാകുന്ന പുതിയ രീതികൾ അവലംബിക്കണം. ഷിരൂരിലെത്തി ഉന്നത യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് പ്രതികരണം. തെരച്ചിൽ തുടരണമെന്ന് നേവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കൂട്ടായ പരിശ്രമം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം തുടരണമെന്നുള്ള ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനം പൊതുവെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് തീരുമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ നേവൽ വിഭാഗത്തോട് ശ്രമം തുടരണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളും യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സാധ്യമാകുന്ന പുതിയ രീതികൾ എന്നുള്ള നിലയിൽ ഈ 3 പേരെയും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടരണം എന്നാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവെ ഇന്നത്തെ യോഗം അങ്ങനെയാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഈ കാലാവസ്ഥയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് അതേപോലെ തുടരുകയും പുതിയ മെത്തേഡുകൾ അതുപോലെ പുതിയ സംവിധാനങ്ങൾ ആലോചിക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ ഇടപെട്ട എല്ലാവരോടും പ്രത്യേകം ഇതിലെല്ലാ നിലയിലും കഠിനാധ്വാനം ചെയ്ത എല്ലാവരും ഉണ്ട്. ഇവിടെയുള്ള ജനങ്ങളുണ്ട്, ഇവിടുത്തെ MLA, ഇവിടുത്തെ ജില്ലാ കലക്ടർ, പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും, മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ, ജനപ്രതിനിധികൾ, MP, MLA മാർ എല്ലാവരും ഉണ്ട്, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. എല്ലാവരും ലോകത്താകെയുള്ള മലയാളികൾ വലിയ പ്രയാസത്തോടു കൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ആ ശ്രമം ഇനിയും തുടരും. കൂട്ടായി നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കാലാവസ്ഥയിലും ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി അതിന് ചില പുതിയ മെത്തേഡുകളും മറ്റുമൊക്കെ തന്നെ ഒരുക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 നിലയിലുള്ള പുതിയ സംവിധാനങ്ങൾ ജില്ലാ കളക്ടർ ഇവിടെ പറയും, MLAയും ഇവിടെ സൂചിപ്പിക്കും. അത് നമുക്ക് ഇടപെട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. I think it's fine that you can explain regarding fan dune and the other thing also. MLAയും കളക്ടറും ഇവിടെ വിശദീകരിക്കും. അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. എല്ലാ നിലയിലുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനാകും ആ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തെർമൽ സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ശക്തമായ സിഗ്നൽ കിട്ടിയ സ്ഥലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ. അടിയൊഴുക്ക് 6 നോട്ടിന് മുകളിലായതിനാൽ പ്രതിസന്ധി തുടരുകയാണെന്നും കളക്ടർ പറഞ്ഞു. So like we already mentioned, we have got coordinates from 3 different sources. From the ISRO imagery that we had requested from district administration, from the Navy using their sonars, and from the Army using their detecting devices. Everything pointed towards a single location. But after this team from Delhi under General retired Major General Indra Balan, this team said that the logs that are attached to the vehicle has been removed and the vehicle became weightless and it has moved a little further. So they are working on that 3 points. They'll be sharing the 3 coordinates, exact coordinates to us shortly. And at one particular point there is more signal that has been received. So at that particular point today, the naval team in the afternoon using their devices, they checked the speed of the current flow. And as sir said, it was more than 5.5, it was close to 6 knots, and it is humanly impossible for the Navy to dive at
at that particular point and rescue. If at all they find a cabin, to rescue the person is humanly impossible. We are trying other resources as well. Like sir said, we are trying to bring a platform that will float on the river, and with that anchor we will try to dive. We'll put an anchor on that platform and then we'll try to dive so that the person who's diving is also safe. That is something we'll be trying today or by tomorrow. ഇതാണ് കളക്ടർ വ്യക്തമാക്കിയത്. അർജുനായുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്നാഥ് സിംഗ് നേരിട്ട് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചു. നാവികസേനയുടെ കൂടുതൽ സഹായം ആവശ്യമാണ്. സതേൺ നോർത്തേൺ നേവൽ കമാൻഡിൽ നിന്ന് ഡൈവിംഗിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ ദൗത്യത്തിന് അയക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചു. റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ അടക്കം അത്യാധുനിക ഉപകരണങ്ങൾ എത്തിച്ചാൽ തെരച്ചിൽ ദൗത്യത്തിന് വേഗം കൂടും. അതിന് നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അർജുന്റെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് അശ്വതി രാവിലെ മുതൽ അവിടെയുണ്ട്. അശ്വതി റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു, കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു, അവരുടെ വികാരം അശ്വതി പങ്കുവെക്കും. ഒപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ എത്തി ഇവരോട് സംസാരിച്ചിരുന്നു. അവരോട് ഈ കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തനത്തിലെ പല പ്രധാന പ്രശ്നങ്ങളും ബോധ്യപ്പെടുത്താൻ മന്ത്രിക്കായി എന്നാണ് മനസ്സിലാക്കുന്നത്. അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആ വലിയ നിരാശയുടെ കേന്ദ്രം ഈ കോഴിക്കോട്ടെ അർജുന്റെ വീടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ 11 ദിവസവും എങ്ങനെയെങ്കിലും അർജുനെ തിരിച്ചെത്തിക്കണമെന്ന അവരുടെ വലിയ ആഗ്രഹത്തിന് ഒരു പകൽ കൂടി അവസാനിക്കുമ്പോൾ അതിന് തീക്ഷ്ണത കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷയുടെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അതിനുശേഷം ആ യോഗത്തിന് ശേഷവും അർജുന്റെ വീട്ടുകാരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. അവർ ഇപ്പോഴും പ്രതീക്ഷയിലാണുള്ളത്. ആ പ്രതീക്ഷ ജീവനോടെ അർജുനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുമെന്നോ, അവർക്ക് മകനെ തിരിച്ചു കിട്ടുമെന്നോ, ഭർത്താവിനെ തിരിച്ചു കിട്ടുമെന്നോ, ആ കുട്ടിക്ക് അച്ഛനെ കിട്ടുമെന്നോ ഒന്നുമല്ല. അർജുനെ അവസാനമായി ഇങ്ങോട്ടേക്ക് ഒന്ന് എത്തിക്കണം, അവനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇപ്പോഴത്തെ അവരുടെ ആഗ്രഹം, അത് ജീവനോടെയോ അല്ലാതെയോ. പക്ഷെ അപ്പോഴും ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന കാലാവസ്ഥ അത് തന്നെയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും പറയുന്നതുമായ ഒരു കാര്യമുണ്ട്. സൈന്യത്തിലെ ഓരോ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ആ മുങ്ങലിനിറങ്ങുന്ന ഓരോ ഡൈവർക്കും അവരുടെ ജീവനും അത്രത്തോളം പ്രധാനം തന്നെയാണ്. ആ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ അത് വേണ്ട എന്ന് തന്നെയാണ് അവിടെയുള്ള അർജുന്റെ ബന്ധുക്കളും ഈ കോഴിക്കോട്ടെ വീട്ടിലുള്ള അമ്മയടക്കമുള്ള ബന്ധുക്കളും നമ്മളോട് പങ്കുവെക്കുന്നത്. അതേസമയം ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തെരച്ചിൽ അവസാനിപ്പിക്കരുത്, തെരച്ചിൽ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള റൂമേഴ്സൊക്കെ അവരുടെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. അപ്പോഴൊക്കെ അവരുമായി ബന്ധപ്പെടുമ്പോൾ അവരൊരു വലിയ നോ ആണ് ഇതിന് പറയുന്നത്. ഒരിക്കലും തെരച്ചിൽ അവസാനിപ്പിക്കരുത്, അർജുനെ കിട്ടുന്നത് വരെ തെരച്ചിൽ തുടരണം. അത് ഏത് രീതിയിൽ എന്നതൊന്നും അവർക്കറിയില്ല. പക്ഷെ അതിനായുള്ള മാർഗങ്ങളൊക്കെ അവർ ഈ കോഴിക്കോട്ടെ വീട്ടിലിരുന്നും തേടുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുന്റെ സഹോദരി അഞ്ജു കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇത്തരത്തിൽ ഈ മണ്ണിന് അല്ലെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോകാൻ കഴിയുന്ന, വെള്ളത്തിനടിയിൽ വജ്രങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുന്ന മെഷീനുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള മെഷീനുകൾ ഉപയോഗിച്ചാൽ നമുക്ക് അർജുനെ കണ്ടെത്താനാകുമോ എന്ന് അവർ ചോദിക്കുന്നു. ആ രീതിയിൽ ഏതൊക്കെ രീതിയിൽ അർജുനെ തിരിച്ചെത്തിക്കാനാകുമെന്ന വലിയ ചിന്ത ഈ കോഴിക്കോട്ടെ വീട്ടിലും ഇവിടെ ഈ നാട്ടിലും ഈ നാട്ടുകാരും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ അന്വേഷണത്തിന്, അവിടെ തെരച്ചിലിന് ഒപ്പം നിൽക്കുന്ന ബന്ധുക്കളിൽ നിന്നും ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ നിമിഷവുമുള്ള അപ്ഡേറ്റുകൾ അവർ അന്വേഷിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ആ അമ്മയും ഭാര്യയും 2 സഹോദരിമാരും കുഞ്ഞുമകനുമൊക്കെ ഇവിടെ അർജുനെ തിരിച്ചെത്തിക്കാനാകുമെന്ന പ്രതീക്ഷ കൈവിടുന്നില്ല ഇപ്പോഴും, ഈ 11ാം ദിവസം അവസാനിക്കുമ്പോഴും എന്നുള്ളതാണ് ഇവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ.